മക്കളെ കളിച്ചത് മതി. മുത്തശ്ശ പ്ലീസ്, മുത്തശ്ശ പ്ലീസ്, ഒരു തവണ കൂടി. വേണ്ട, അങ്കിളിന് പോകാൻ നേരായി. സാരില്ല സാറേ, എനിക്ക് ധൃതിയില്ല. പിള്ളേരുടെ സന്തോഷമല്ല നമുക്ക് വലുത്. 5 മണി വരെ പോസ്റ്റ് ഓഫീസ് കാണും. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാം. പോവാം. പോവാല്ലേ? എവിടേക്കാ? എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ധരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണയുടെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ? മുത്തശ്ശി അനുഗ്രഹിക്കണം. നന്നായി വരും. ആയിക്കോട്ടെ. മുത്തശ്ശി ദീർഘസുമംഗലിയെ. കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴപ്പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അത് ഉണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണിയാ. ഓ, മുത്തുമണി ചേച്ചി, ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി. അതെ, ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിട്ട്? പിയൂർഗ മാങ്ങ, ഗോമാങ്ങ, നമ്മുടെ കടുക്കാച്ചി മാങ്ങ. ഓ, കടുക്കാച്ചി മാങ്ങ, കണ്ണിമാങ്ങ. പഴുത്തത് പളപളാന്ന് നന്നായി കഴുകിട്ട് തൊലി കളഞ്ഞിട്ട്. വേണ്ട വേണ്ട, അത് കുറച്ചെടുത്ത് നല്ലതുപോലെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ. അയ്യോ എന്റെ എനിക്കത് കിട്ടൂല. എനിക്ക് ആലുവ എപ്പോഴും കിട്ടുള്ളൂ. ഉലുവ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുകിടണം. കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് ആ കടുക്. അയ്യോ, അതിപ്പോ എങ്ങനെയാ? കുറച്ച് മതി. അത് കറക്റ്റ് ആയിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ എണ്ണം പറഞ്ഞ ഞാൻ തരാം. പോസ്റ്റ് ഓഫീസ് ഇപ്പൊ പൂട്ടും. പോസ്റ്റ് ഓഫീസ് പൂട്ടാറായല്ലേ? അയ്യോ, ഭക്ഷണം ഉണ്ടാക്കി തന്ന രുദ്രനെ കണ്ടില്ല. രുദ്രൻ പുറത്തു വെപ്പുണ്ട്. ഓ, ആണോ? ബൈ അങ്കിൾ. ഹായ് കുട്ടികൾ. എന്താ മക്കളെ, അങ്കിള് പോണ്ടെന്നാ? കളിക്കാന്നോ? ഓക്കെ. എന്ത് കളിയാ നമ്മളിപ്പോ കളിക്കാ? ആനപ്പുറത്ത് എറിയണ്ടോ? ഇല്ല. എന്നാ ആന കളിക്കാം. ഓക്കെ. ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ. ആന ഇപ്പൊ പെണ്ടുവിട്ടേനെ. ഓ, അയ്യോ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്താ. ഇത്ര നേരം ഉണ്ടായതാ കയ്യില്. ചുമ്മാ. എല്ലാരും ഒന്ന് നോക്ക്. കിട്ടണേ. പേഴ്സ് കിണ്ടി. അല്ല, കിട്ടി. പേഴ്സ് കിട്ടി. ഗോമാതാക്കളോട് യാത്ര പറഞ്ഞില്ല. ഇപ്പൊ വരാവേ. ഗോമാതാവേ, ഞാൻ പോയിട്ട് വരട്ടെ. പശു, ഞാൻ പോയിട്ട് വരട്ടെ. ഈ പശു ഞാൻ അല്ലേ. ബൈ ബൈ.
ടാറ്റാ. എന്തൊരു ഐശ്വര്യമുള്ള വീടായത്. അത്രയും ദൈവാധീനമുള്ള ഈ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവന്മാരാ. ശരിക്കും എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ഓരോ തൂണും കാണുമ്പോ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുക. ഓ ഈശ്വര, എന്താ വീടല്ലേ. ഒരു വീടിന്റെ ഐശ്വര്യം തൂണുകളാണ്. തൂണുകളുള്ള വീടുകൾ കാണുമ്പോ ഈശ്വരൻ കുടിയിരിക്കണ പോലെ തോന്നും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നല്ലേ. ഓ, ഈ വീട് ഒരു സ്വർഗാണ്. സ്വർഗമാണ് ഈ വീട്. എനിക്ക് ഈ വീടിനെ സ്നേഹിച്ചത് മതി. വാ. സുഖമല്ലേ? പിന്നെ എനിക്ക് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കണം. അവൻ പുറത്ത് കിടന്ന ഉടനെ വാതിലടച്ചേക്കണം. അമ്മ അറിയരുത്. ഉടനെ ആശുപത്രിയിലെത്തിക്കണം. അയ്യോ അയ്യോ, ആശുപത്രി പോട്ടാ. വേണം, ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, ആശുപത്രി എനിക്ക് അലർജിയാണ്. എന്തിനാ ആശുപത്രി? ഡോക്ടർ അല്ലേ ഇവിടെ ഉള്ളേ? രാജീവേ, നീ നോക്കിയാ മതി. എവിടെയാ വേദനിക്കുന്നത്? എവിടെയാ വേദന? ഇവിടെ. ഇത് അത്ര പെട്ടെന്ന് മാറും തോന്നുന്നില്ല. എന്നാ വേഗം എടുക്ക്, നമുക്ക് വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവാ. വേണ്ട, ഇവിടെ വെച്ച് അപകടം പറ്റി. ഡോക്ടർ ഉണ്ടല്ലോ. ഇനി അഥവാ വൈദ്യന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്തായാലും രാമു ഇവിടുന്ന് സുഖമായിട്ട് പോയാ മതി. മുകളിലേക്ക് എടുത്തോ. മോളിലേക്കാ? മുകളിലത്തെ മുറിയിലേക്ക്. സൂക്ഷിച്ച് സൂക്ഷിച്ച് വീഴാണ്ട് നോക്കട്ടെ. നിലവായിന്നിതുമേലെ വർണ്ണക്കൊടി സൂരീണമാകെ വന്നീ ബലി കൈക്കൊള്ളുക കാളിമായി. ചെന്തി വിഴുതി നീട്ടുക കാളിമായി. നന്മക്കുടമേലുകയമ്മേ നീമായി. കാല് ചെറുതായൊന്ന് പൊക്കിക്കേ. ഇല്ല, ചെറുതായൊന്ന് മടക്കി നോക്കി. ഈ കാല എല്ലിനും മസിൽസിനും ഒന്നും കുഴപ്പമില്ല. എന്താ ഇപ്പൊ എവിടെയാ വേദന? അങ്ങനെ ഇന്ന സ്ഥലന്നില്ല, ഇവിടെ എവിടേക്കോ കുത്തുക. ഇനി ഡിസ്കിനെങ്ങാനും പരിക്കുണ്ടായ തലച്ചോറിലേക്കുള്ള വെയിൻ വീക്കം. അങ്ങനെ സംഭവിച്ച ഇടത് കൈയുടെ ചെറുവിരൽ ദാ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ചെറുവിരൽ അനങ്ങുന്നു. അയ്യോ, ദേ അനങ്ങണു. ഇത് കുഴപ്പം. നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അയ്യോ വേണ്ട വേണ്ട. എന്തിന്? ഈ അസുഖം ഈ തറവാട്ടി കുറച്ചുനാള് കിടന്നാലേ മാറൂ. രാജീവ് എന്തേ പറയുന്നേ? കൃഷ്ണവാ. ഒരു വിരല് മാത്രം അനക്കൊണ്ടിരുന്നിട്ട് ഒടുക്കത്തെ പണിയായി പോയി. മസിൽ വെട്ടിക്കേറിയും തോന്നണ്. ഈ തിളച്ച വെള്ളം എവിടെ ഒഴിക്കണ്ടേ? തന്റെ തലയിൽ ഒഴിക്കടോ. എന്താ പറഞ്ഞ? എന്താ? ഓ, എന്താ മസില്.
കണ്ടിട്ട് കൊതിയാവുക. 6 പാക്ക് കാണല്ലേ ചേട്ടാ? വിങ്സ് ഇല്ലേ? പിന്നെ കൈ പൊക്കി വിരിക്കാൻ പറ്റോ? പിന്നെന്താ? ശരിക്കും മുകളിലേക്ക് കാണിച്ച് വിരിക്കാൻ പറ്റോ? പിന്നെ നോക്കട്ടെ, ഒന്ന് കാണിക്കുന്നേ. അടിപൊളി. രാജീവ് എന്താ ആലോചിക്കുന്നേ? രാമുവിന് സീരിയസ് ആണോ? അലോപ്പതിയിൽ ഇതിന് മരുന്നില്ല. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അതിലും മരുന്നില്ല. ശോ, പക്ഷെ ഹോമിയോപ്പതിയിലുണ്ട്. ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോഴാണോ ജോക്ക്? അവന് ശരീരവേദനയല്ല, പ്രണയവേദനയാ. പ്രണയവേദനയോ? ആ, നിന്നോട്. അവൻ നിന്നെ കാണാനും കാര്യങ്ങൾ തുറന്നു പറയാനും വേണ്ടി എവിടെ കിടന്ന് ഈ ചുറ്റി കളിക്കുന്നത്. പിന്നെ ഇല്ലെങ്കിൽ നീ മറിഞ്ഞു നിന്നൊന്ന് ശ്രദ്ധിക്കേ, അപ്പൊ മനസ്സിലാവും കാര്യങ്ങൾ.